Hello dear children, welcome to Kids Area Online. ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം, മൂന്നാം സമ്മാനം, നാലാം സമ്മാനം, അഞ്ചാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ക്ലാസ് 1 മാത്തമെറ്റിക്സ് എക്സാം ആയിരുന്നു. ആനുവൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മാത്തമെറ്റിക്സ് എളുപ്പമായിരുന്നോ? വളരെ എളുപ്പമായിരുന്നു അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആൻസേഴ്സ് നോക്കാം. ആക്ടിവിറ്റി 1 പുലി വരുന്നേ എന്നുള്ളതായിരുന്നു. പുലി വരുന്നേ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? കുട്ടികൾ റൗണ്ടിനുള്ളിൽ കയറും. അങ്ങനെ റൗണ്ടിനുള്ളിൽ കയറിയ കുട്ടികളുടെ എണ്ണം കണ്ടെത്തി എഴുതുക. ഫസ്റ്റ് റൗണ്ടിൽ എത്ര കുട്ടികൾ കയറിയിട്ടുണ്ട്? 1, 2, 3. ആൻസർ 3. സെക്കൻഡ് റൗണ്ടിൽ 1, 2, 3, 4, 5. തേർഡ് റൗണ്ടിൽ 1, 2, 3, 4, 5, 6. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി 1-ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ചിൽഡ്രൻ ആർ there? ഇവിടെ നോക്കി, 2 ഗ്രൂപ്പ് ഉണ്ട്. ഈ 2 ഗ്രൂപ്പിലും എത്ര പേരുണ്ടെന്ന് കൂട്ടി എഴുതുക. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ? എങ്ങനെ കണ്ടെത്താം? ഫസ്റ്റ് കോളത്തിൽ എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6, 7. ഫസ്റ്റ് കോളത്തിൽ 7. സെക്കൻഡ് റൗണ്ടിൽ നോക്കാം. 1, 2, 3, 4, 5, 6, 7. 7 + 7 = 14. ഇതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ചിൽഡ്രൻ ആർ there inside the circle? ഇവിടെ 14 കുട്ടികളുണ്ട്. കണ്ടോ? 14 ചിൽഡ്രൻ ഉണ്ട്. അതിൽ 4 പേര് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അകത്ത് എത്ര പേർ? 14-ൽ നിന്ന് 4 പോയാൽ 14 ഉണ്ട്. അതിൽ നിന്ന് 4 പോയാൽ 10. 10 കുട്ടികൾ അകത്തും 4 കുട്ടികൾ പുറത്തും. അപ്പോൾ എത്രയായി? 14. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി ബ്രൂംസ്റ്റിക് ഡോൾസ് ആണ്. അതായത് ഇവിടെ കുറച്ച് ബ്രൂംസ്റ്റിക് ഡോൾസ് ഉണ്ട്, ഈർക്കിൽ കൊണ്ടുള്ള ഡോൾസ് ഉണ്ട്. ഇഷ്ടമുള്ളതുപോലെ കുട്ടികൾക്ക് സർക്കിൾ ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിൽ എത്ര, സെക്കൻഡ് ഗ്രൂപ്പിൽ എത്ര എന്ന് കൗണ്ട് ചെയ്ത് എഴുതുക. ഇവിടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ 4 ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിൽ 4 ഉണ്ട്. സെക്കൻഡ് ഗ്രൂപ്പിൽ എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7. ഇവിടെ എന്ത് എഴുതാനുള്ളത്? 7. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ളതുപോലെ എന്ത് ചെയ്യാം? സർക്കിൾ ചെയ്യാം. ഇപ്പോൾ ടീച്ചർ ഇത് 2 ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിൽ എത്രയുണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6. ടീച്ചർ ഫസ്റ്റ് ഗ്രൂപ്പിൽ 6 എന്ന് എഴുതി. സെക്കൻഡ് ഗ്രൂപ്പിലോ 1, 2, 3, 4, 5 ആക്കി.
ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ വേണം ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ആക്കാം. നെക്സ്റ്റ് ടീച്ചർ ഗ്രൂപ്പ് ആക്കാൻ പോകുന്നത്, ടീച്ചർ ഗ്രൂപ്പ് ആക്കി. ഫസ്റ്റ് ഗ്രൂപ്പിൽ എത്ര പേരാണെന്ന് നോക്കാം. 1 2 3 4 5 6 7 8. ഫസ്റ്റ് ഗ്രൂപ്പിൽ 8. സെക്കൻഡ് ഗ്രൂപ്പിൽ നോക്കാം. 1 2 3. ഓക്കെ, ഇപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്തില്ലേ? ഇത് ചെയ്തു അല്ലേ? നെക്സ്റ്റ് നോക്കാം. ലെറ്റ്സ് ഡ്രോ 11 broomsticks, doll and group them. ഇതുപോലെ എന്ത് ചെയ്യണം? 11 broomstick ഉണ്ടാക്കണം. 11 വേണം കേട്ടോ. 11 ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? അതിനെ ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ആക്കി എഴുതുക എന്നുള്ളതായിരുന്നു അതിന്റെ അടുത്ത പാർട്ട്. ഇനി ഇതിൽ ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് 16? 16ന്റെ കറക്റ്റ് ഗ്രൂപ്പ് ഏതാണ്? ടിക്ക് മാർക്ക് കൊടുക്കണം. ഇതാണ് 16ന്റെ കറക്റ്റ് ഗ്രൂപ്പ്. 8 + 8 16. അപ്പൊ ഇവിടെ 11 broomstick ആണ് കേട്ടോ വരയ്ക്കേണ്ടത്. 11 വെച്ചിട്ട് ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഗ്രൂപ്പ് ആക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്, സെക്കൻഡ് ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്ന് എഴുതുക. ഓക്കെ, മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. പാക്കറ്റ് ഓഫ് കോയിൻസ്, റൈറ്റ് ദ സം ഓഫ് ദ കോയിൻസ്. ഇവിടെ കളക്ഷൻ ഓഫ് കോയിൻസിന്റെ എമൗണ്ട് എത്രയെന്ന് എഴുതുക. എത്രയാണെന്ന് നോക്കാം. 1 1 2 3 4 5 6 7 8 9. അപ്പോൾ എത്ര രൂപയുണ്ട്? 1 രൂപയുടെ ആയതുകൊണ്ട് 9 rupees. 2 rupeesോ? 1 2 3 4 5 6. എത്ര രൂപയുണ്ട്? 6 rupees. 5 ആണെങ്കിലോ? 5 10 15 20. ഓക്കെ, 10 rupees ആണെങ്കിലോ? 10 20 30. നിങ്ങളിത് പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ എങ്ങനെയാണെന്ന് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് പറയുന്നത്. ഓക്കെ, ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലോട്ട് എഴുതാം. ഏറ്റവും ലാർജസ്റ്റ് 30, നെക്സ്റ്റ് 20, നെക്സ്റ്റ് 9, ലാസ്റ്റ് 6. ഇതായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം. ടോയ്സ് ആണ് കേട്ടോ. ഇവിടെ മുത്തശ്ശി കുട്ടികൾക്ക് പേപ്പർ ടോയ്സ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതിൽ ടോയ്സിന്റെ എണ്ണം എഴുതുക എന്നുള്ളതാണ്. ഏതൊക്കെ ടോയ്സ് ഉണ്ട്? ഫസ്റ്റ് ബട്ടർഫ്ലൈ നോക്കാം. 1 2 3 4 5 6 7. ബട്ടർഫ്ലൈസ് എത്ര എണ്ണമുണ്ട്? ബട്ടർഫ്ലൈ എത്രയുണ്ട്? 6 ഉണ്ട്. 7 ഉണ്ട്. ബട്ടർഫ്ലൈസ് 7 ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എയ്റോപ്ലെയിന്റെ ടോയ് നോക്കാം. എയ്റോപ്ലെയിൻ എത്രയാണ് നോക്കാം. 1 2 3 4 ഉണ്ട്. അടുത്ത നമുക്ക് ഫ്ലവർ നോക്കാം. ഫ്ലവർ എത്ര ഫ്ലവർ ഉണ്ട് നോക്കാം. 1 2 3. വേറെ ഫ്ലവർ ഇല്ലല്ലോ. ഫ്ലവർ 3. നെക്സ്റ്റ് ബോൾ നോക്കാം. ബോൾ 1 2 3 4 5. ടോപ്പ് ഇതിൽ 5 തന്നിട്ടുണ്ട്. ടോപ്പ് ഇതാണ് ടോപ്പ്. 1 2 3 4 5. 5 ഉണ്ട്. ടോപ്പ് 5 കൊടുത്തിട്ടുണ്ട്. വിച്ച് ടോയ് ഈസ് മോർ നമ്പർ? ഏറ്റവും കൂടുതലുള്ളത് ഏത് ടോയ് ആണ്? ബട്ടർഫ്ലൈ. ഏതായിരുന്നു? ബട്ടർഫ്ലൈ. വിച്ച് ടോയ് ഈസ് ലെസ് ഇൻ നമ്പർ? ഏറ്റവും കുറവ് ഏതായിരുന്നു? ഫ്ലവർ. Which of the toys have the same number? ഏതിനൊക്കെയായിരുന്നു സെയിം നമ്പർ? ബോളും ടോപ്പും. ബോൾ ആൻഡ് ടോപ്പ്. ബോൾ ടോപ്പ് ഇതായിരുന്നു സെയിം നമ്പർ. ഇതായിരുന്നു നാലാമത്തെ ആക്ടിവിറ്റി. അഞ്ചാമത്തെ ആക്ടിവിറ്റി പഠനോത്സവം. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ കലണ്ടർ ആൻഡ് ഫൈൻഡ് ഔട്ട്. കലണ്ടർ നോക്കി ക്വസ്റ്റ്യൻസിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. റൈറ്റ് ദ മിസ്സിംഗ് ഡേയ്സ് ഇൻ ദ കലണ്ടർ. മിസ്സിംഗ് ഡേയ്സ് ഏതൊക്കെയാ?
Sunday, Monday, Tuesday, Wednesday, Thursday. Wednesday, Wednesday, Thursday. What day is March 9th? March 9th ഏത് ദിവസമാണ്? Monday. ഏത് ദിവസം? Monday. Write the missing dates in the calendar. Calendarലെ missing dates ഏതൊക്കെയാ? 11, 19. 11, 19. Okay, children. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒന്നാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ, മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ സിമ്പിൾ ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ ആൻസർ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസാണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദി ഉണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.